ശ്രീ എം.ആർ. ബൈജു. സർ, 7 മിനിറ്റ്. ആദ്യമായി ഈ സഭയിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയാണ്. പക്ഷേ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയ മുൻ മുഖ്യമന്ത്രി ഈ സഭയിൽ കൊണ്ടുവന്ന ജലത്തെക്കുറിച്ച് പറയാനാണുള്ളത്. കാട്ടാക്കടയിൽ നവകേരള സദസ്സുമായി അദ്ദേഹം കടന്നു വരുമ്പോൾ ആൻസലാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിലൂടെ കടന്നു കയറിപ്പോയ മുഖ്യമന്ത്രിയുടെ വാഹനം, അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ നിലവിളി ഇന്നും എൻ്റെ കർണങ്ങളിൽ മുഴങ്ങുകയാണ് സാർ. അതികഠോരമായിട്ടുള്ള മനസ്സോടുകൂടി അദ്ദേഹം എന്ന് പറഞ്ഞത് ഞാനിന്നും ഓർക്കുകയാണ്. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരുടെ ജീവൻ നേരെ വെല്ലുവിളി ഉയർത്തിയ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ഇന്ന് ഈ സഭയിൽ വീണ്ടും പറയുമ്പോൾ ജനങ്ങൾ പരിഹാസത്തോട് മാത്രം കാണും എന്നാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്. സാർ, എനിക്ക് ഈ സഭയിൽ ആദ്യമായി സംസാരിക്കാൻ അവസരം ലഭ്യമാകുമ്പോൾ എന്നെ ഇവിടെ നിർത്താൻ കാരണക്കാരായ എൻ്റെ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കൾ, അവരോടുള്ള കടപ്പാടും സ്നേഹവും വിനയവും ഞാൻ അറിയിക്കുകയാണ്. നേമം നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന അരുവിക്കരയുടെ ആരനാട് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന 2 ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ട് ആദ്യമായി രൂപീകരിച്ച കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ പ്രിയങ്കരനായ എൻ ശക്തൻ അവരുടെ പിൻഗാമിയായി സഭയിലെത്തുമ്പോൾ ഞാൻ ഈ പ്രസ്ഥാനത്തോട് ഏറെ കടപ്പെട്ടവനാകുകയാണ്. 100 കണക്കിന് പാർട്ടി പ്രവർത്തകർ രാത്രിയും പകലുമെന്നില്ലാതെ, മഴയും വെയിലും നോക്കാതെ എനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ കാട്ടാക്കടയുടെ പ്രതിനിധിയാകാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം പകരുന്നുണ്ട് സാർ. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ വ്യക്തിയെ സ്മരിക്കാതെ, എനിക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്മരിക്കാതെ ഈ സഭയിലൂടെ എനിക്കൊരു നിമിഷം പോലും കടന്നു പോകാൻ സാധിക്കത്തില്ല സാർ. നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കാട്ടാക്കട. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വികസന സാധ്യതകളുള്ള ഒരു മണ്ഡലം. പ്രത്യേകിച്ചും വിഴിഞ്ഞത്ത് നിന്നും തുടങ്ങി നാവായിക്കുളത്തേക്ക് നീങ്ങുന്ന ഔട്ടർ റിംഗ് റോഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ ദീർഘകാലമായി പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു. പക്ഷേ അതിൻ്റെ ഫലമായി ഏകദേശം 2652 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ 7ഓളം ആത്മഹത്യകൾ നടന്നു എന്നുള്ളതാണ്. സർക്കാർ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ട് യഥാസമയം അതിൽ ഗുണഭോക്താക്കൾക്ക് തുക കൈമാറി കൊടുക്കാത്തത് കൊണ്ടാണ് 7 മരണങ്ങൾ സംഭവിച്ചത്. ഈ മരണത്തിന് അന്ന് ഉത്തരവാദിയായ ഇടതുപക്ഷ സർക്കാർ, അന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ പാവപ്പെട്ട കുടുംബങ്ങളെ ഒന്ന് സന്ദർശിക്കാനോ അവർക്ക് ആവശ്യമായിട്ടുള്ള ധനസഹായം ലഭ്യമാകാനോ കഴിഞ്ഞില്ല എന്നുള്ളത് വേദനാജനകമായിട്ടുള്ള വസ്തുതയാണ് സാർ. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നതിനും അതിന് തൊട്ടുമുമ്പ് ഞങ്ങൾ അദ്ദേഹത്തോട് ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തോട്, കാട്ടാക്കടക്കാർക്ക് അദ്ദേഹത്തുള്ള കടപ്പാട്, അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നതിനു ശേഷം ആദ്യം തീരുമാനിക്കപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെട്ട് നഷ്ടപരിഹാര തുക കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല 100 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചുകൊണ്ട് ഔട്ടർ റിംഗ് റോഡിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം പകരുന്നുണ്ട് സാർ. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരെ കൈപിടിച്ചു ഉയർത്തേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നമ്മുടേതാണ്. അവരെ നമ്മൾ കാണാതെ പോയാൽ മറ്റാര് സഹായിക്കും? പ്രത്യേകിച്ചും കാട്ടാക്കട നിയോജക മണ്ഡലം കേന്ദ്രമാക്കി മലയൻകീഴെന്ന് പറയുന്ന പ്രദേശത്ത് ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് അവരെ സഹായത്തിനു വേണ്ടിയുള്ള ബഡ് സ്കൂളിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, തുക അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വെറുമൊരു ബഡ് സ്കൂളല്ല, അവരുടെ ജന്മനാ ശാരീരിക വൈകല്യങ്ങളുമായി ജനിക്കുന്ന, മാനസിക വൈകല്യവുമായി ജനിക്കുന്ന കുട്ടികൾക്ക് അവരുടെ പഠന കാലത്തിന് ശേഷം അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, അതിനുശേഷം അവരുടെ വാർദ്ധക്യകാലങ്ങളിൽ അവരെ സംരക്ഷിക്കുന്ന അടക്കമുള്ള പ്രക്രിയയ്ക്ക് വേണ്ടി ഈ സർക്കാർ തുടക്കം കുറിക്കുമ്പോൾ പറവൂരിൽ പുനർജനി പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ പാവപ്പെട്ടവരെ, അശരണരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, ഞാൻ ത്രിതല പഞ്ചായത്തിലെ ജനപ്രതിനിധിയായി ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഒരാളാണ്. ഏറ്റവും അധികം ദുഃഖമനുഭവിക്കുന്ന, ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനപ്രതിനിധികൾ കേരളത്തിലുണ്ട്. അവർ ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൽ അംഗങ്ങളായവരാണ്.
അവർക്ക് ഇന്ന് ലഭ്യമാകുന്ന തുക ഓണറേറിയമായി കിട്ടുന്ന തുക വളരെ പരിമിതമാണെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. മുഴുവൻ സമയ പൊതുപ്രവർത്തകരായ ജനപ്രതിനിധികളായി എത്തുന്നവർക്ക് അവർക്ക് അവരുടെ വീട്ടിലും കുടുംബമുണ്ടെന്നും മക്കളുണ്ടെന്നും അവരെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്നും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്കിടെ ഓണറേറിയം ഏറ്റവും താഴെക്കെട്ടിൽ നമ്മൾ സർക്കാർ സർവീസിൽ ഏറ്റവും മിനിമം തുക ലഭ്യമാകുന്നവരുടേതിന് തുല്യമാക്കണമെന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയും അവർക്ക് പെൻഷൻ അനുവദിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് സാർ. പ്രാദേശിക പത്രപ്രവർത്തകർ നമ്മുടെ മേഖലകളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും അടിയന്തരമായി അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനടക്കം ഈ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പ്രാദേശിക പത്രപ്രവർത്തകർക്കാണ്. അവർക്ക് പെൻഷൻ അനുവദിക്കണമെന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന എനിക്കുണ്ട് സാർ. കാട്ടാക്കട നിയോജക മണ്ഡലം കാട്ടാക്കട തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും അധികം വികസന സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലമാണ് കാട്ടാക്കട നിയോജക മണ്ഡലം. കാട്ടാക്കട നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന് ഉമ്മൻചാണ്ടി സർക്കാർ 238 കോടി രൂപ അന്ന് അനുവദിച്ചിരുന്നു 10 വർഷം മുമ്പ്. എന്നാൽ ആ തുക കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കാട്ടാക്കടയിൽ തുടങ്ങുന്ന വെള്ളടയിലേക്കും അമ്പൂരിയിലേക്കുമൊക്കെ കടന്നു പോകുന്ന ഈ റോഡിൻ്റെ പ്രധാന കവലകൾ പേയാട്, മലയൻകീഴ്, കാട്ടാക്കട അടക്കമുള്ള കവലകൾ ഇന്നും ഇടുങ്ങിയ കുപ്പിയുടെ കഴുത്ത് പോലെയാണ് സാർ. അത് നേരെയാക്കുന്നതിന് വേണ്ടിയുള്ള തുക ഈ സർക്കാരിൽ അനുവദിച്ചുകൊണ്ട് നടപടി ഉണ്ടാകണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട് സാർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്നും ചികിത്സയിൽ കഴിയുന്ന ജയേഷോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആൻസൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, കിരൺ ദേവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ബൈജു എന്ന് പറയുന്ന ചെറുപ്പക്കാരടക്കമുള്ളവർക്ക് ഈ സർക്കാരിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് സാർ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇരുണ്ട യുഗം കടന്ന് നമ്മൾ നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കാട്ടാക്കടയിൽ തുടങ്ങിവെച്ച താലൂക്ക് അടക്കമുള്ള വികസന പദ്ധതികൾ ഒന്നും അതല്ലാതെ ഒട്ടും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. കാട്ടാക്കടയുടെ ഒരു സുവർണ കാലഘട്ടത്തിന് വേണ്ടി തകരാറിലായിപ്പോയ ഈ സിസ്റ്റം മാറ്റിക്കൊണ്ട് പുതിയ സർക്കാർ വരുമ്പോൾ എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ ബഡ്ജറ്റിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു.